ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. രാവിലെ തന്നെ ദേ ഈ പച്ചില പറിക്കുന്നത് എന്തിനാണെന്നറിയോ? നമുക്കൊരാളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്ക് തിന്നാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇല പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ നമ്മുടെ പൂച്ചക്കുട്ടൻ വിശന്നിട്ടാണോ അതോ വയറ് വേവിച്ചിട്ടാണോ എന്നറിയില്ല, പുല്ലൊക്കെ എടുത്ത് തിന്നുന്നുണ്ട്. ഇവനക്ക് കൊടുക്കാറില്ല കേട്ടോ. ദേ നമ്മൾ അടിച്ചു വരുന്ന സമയത്തെ രാവിലെ ആയപ്പോൾ ദേ ഒരു പുഴുവിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുഴുവിന് നമുക്ക് തീറ്റ കൊടുത്ത് വളർത്തിയെടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കണ്ടപ്പോൾ നല്ലൊരു ഇഷ്ടം തോന്നി. അപ്പോൾ നമുക്കിതിനെ പിടിച്ചിട്ട് ഏതെങ്കിലും ഡെപ്പയ്ക്കകത്ത് ഇട്ടിട്ട് വളർത്താമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അടിച്ചു വരിപ്പോൾ കിട്ടിയതാണ്. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് ഇനി ചത്ത് പോയാലോ എന്നൊരു പേടി. അപ്പോൾ അതിനെ വളർത്താലെന്ന് വെച്ചിട്ട് അതിനെടുത്തതാണ്. ഞാൻ പതിയെ ഒരു ഇല പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ ആള്. നിങ്ങൾക്ക് മനസ്സിലായോ ആരാണെന്നുള്ളത്? ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനും പുഴുക്കുട്ടനും തമ്മിലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അവൻ്റെ ലൈഫ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വ്ലോഗ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്കും കാണാൻ പറ്റുമല്ലോ. അങ്ങനെ നമ്മൾ തലേ ദിവസമാണ് കേട്ടോ ഇതിനെ കണ്ട് കിട്ടിയത്. പിന്നെ ഞാൻ ഇല പൊട്ടിക്കുന്നത് പിന്നെ പിറ്റേ ദിവസം വീഡിയോ ആക്കി എടുത്തു എന്നുള്ളൂ. ഇതേ നല്ല അത്യാവശ്യം മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഇതിനെ നമുക്ക് കിട്ടിയത്. ഇതാണ് കേട്ടോ തുടക്കം മുതലുള്ള വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ പിടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ അതിന് ഇലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ, സൈഡിലേക്ക് കുറച്ചിങ്ങനെ നല്ല ഭംഗിയുള്ള കുത്തും കൊമ്മയൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മളിത് കുറച്ച് ദിവസമായിട്ട് ഇട്ട് വെച്ചിരിക്കുന്ന പുഴുവിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേറൊരു പുഴു കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 പുഴുവായിട്ടോ. അപ്പോൾ ഞാൻ ഈ മഴയൊക്കെ ആയതുകൊണ്ടാണ് ഇതിനെടുത്തുകൊണ്ട് പോകുന്നത്. അതിനി ചത്തുപോയാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാനിത് ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആളിതേ പമ്മി ഉറക്കത്തിലാണെന്ന് തോന്നുന്നു കേട്ടോ. ആളിങ്ങനെ കിടക്കണു. ഇതേ വേറൊരെണ്ണത്തിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബ്ലാക്കാണ്. അതും പുഴു തന്നെയാണ് കേട്ടോ, അല്ലാതെ മറ്റേ അതിൻ്റെ അപ്പിയൊന്നുമല്ല. അപ്പോൾ അങ്ങനെ വിചാരിക്കുന്നു വേണ്ട. പിന്നെ 2 ദിവസം ഇത് അടുപ്പിച്ച് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഐ തിങ്ക് ഇനി ഉണ്ടോ നോക്കാൻ വേണ്ടി ഇങ്ങനെ പോയിരുന്ന സമയത്ത് അതിൻ്റെ ലാർവ വിരിഞ്ഞിട്ടുള്ള ബട്ടർഫ്ലൈ ആണ് കേട്ടോ ഇതേ പറന്ന് പോണത്. നോർമൽ ആൾക്കാർ കാണുമ്പോൾ മറ്റേ ചൊറിയൻ പുഴുവാണെന്നൊക്കെ പറയുമെങ്കിലും പക്ഷെ ഇത് ആ ചൊറിയൻ പുഴുവല്ല. ഇത് നല്ല ഭംഗിയുള്ള ചിത്രശലഭത്തിൻ്റെ പുഴുവാണ് കേട്ടോ. അങ്ങനെ നോക്കി നടന്നു കഴിഞ്ഞപ്പോൾ ഇതേ ഒരുത്തെ നല്ല കളർഫുള്ളായിട്ട് ഇങ്ങനെ നിഴഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെ നമുക്ക് പിടിച്ച് നമുക്ക് കോട്ടയ്ക്കകത്ത് ആക്കാമെന്ന്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല അത്യാവശ്യം വെള്ളമൊക്കെ വീണിട്ട് ഇതായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെ നമുക്ക് സംരക്ഷിക്കാം. അങ്ങനെ കുറച്ച് നേരം കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് ഫുള്ളും കോൺസെൻട്രേഷൻ ഫുള്ളും നമ്മുടെ ചെടികൾക്കിടയിലായിരുന്നു കേട്ടോ. കാരണം അതിനകത്ത് ഇഷ്ടംപോലെ ഇങ്ങനത്തെ പുഴുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതിനെല്ലാത്തിൻ്റെയും കൂടി ഇതിൻ്റെ അകത്താക്കി പെറുക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ പോവാൻ തോന്നണില്ലായിരുന്നു. കാരണം ഇതിനെ കാണുമ്പോൾ തന്നെ അതിനിപ്പോൾ എന്തെങ്കിലും പറ്റിപ്പോവോ അങ്ങനെയൊക്കെ പേടിച്ചിട്ട്. പിന്നെ മഴയും കൂടി ഇല്ലേ, അതൊക്കെ ഇങ്ങനെ നിൽക്കണേന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ലുട്ടാപ്പിയും കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ നടക്കണ കണ്ടിട്ട് തിന്നാൻ എന്തെങ്കിലും കൊടുക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ പൂച്ചക്കൂട്ടനും പുറകെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആളെ ഇടയ്ക്ക് വയറ് വേദനിച്ചിട്ടാണ് തോന്നുന്നു പുല്ലൊക്കെ എടുത്ത് തിന്നാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മളൊരു ചെറിയൊരു ഡപ്പയ്ക്കകത്താക്കി അതിനെ സംരക്ഷിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ ദൈത്യങ്ങളെല്ലാം പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2-3 നിലത്ത് വീണപ്പോൾ ഇങ്ങനെ ഓപ്പണായിട്ടുള്ളത് ഇട്ട് കഴിഞ്ഞാൽ ശരിയാവൂല എന്ന് വിചാരിക്കണു. അപ്പം ഞാൻ ഇതിനെല്ലാത്തിൻ്റെ കൂടി പിടിച്ചിട്ട് ഒരു കുപ്പിക്കകത്ത് ഇടാമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ നല്ല രസമായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ചിത്രശലഭം ഏതാണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇത് നിറച്ച് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ മനസ്സിലാവും. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പിടിച്ചുകൊണ്ട് വന്ന പുഴുവാണ്. അതിങ്ങനെ സമാധി പോലെ ആയിട്ടുണ്ട്. അതിന് കുറച്ച് കഴിയുമ്പോൾ പ്യൂപ്പ പോലെയൊക്കെ ആവും കേട്ടോ. ഞാൻ ചെറിയൊരു ഡെപ്പോ കൊണ്ടുവന്നിട്ട് അതിനകത്ത് നിറച്ച് ഹോളാക്കി. അപ്പോൾ ഹോളാക്കി വന്നപ്പോൾ കുറച്ചായിട്ട് ചെറുതായിട്ട് പൊട്ടിപ്പോയിട്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചു അത് അങ്ങനെ തന്നെ വെക്കാന്നുള്ളത്. എന്നിട്ട് അതിനകത്ത് കുറച്ച് ഇലയൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഫ്രഷ് ആയിട്ട്. അപ്പോൾ നമ്മൾ ഡെയിലി മാറ്റി കൊടുക്കണം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ അടുത്ത ദിവസങ്ങളായിട്ട് പറയാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കനും കൂടി ഉണ്ട് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് അണേബിൾ ചെയ്തിട്ടേക്കോ. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു വിശേഷങ്ങളായിട്ട് ഇനിയും വരാം. അതുവരേക്കും ടാറ്റാ ബൈ, സീ യു, ലവ് യു, ടേക്ക് കെയർ, ബൈ.